എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 3 ശ്ലോകം 25, 26, 27, 28 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ ആനന്ദം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 25. ദേവേന്ദ്രന് ദേഷ്യം വരെയാണ്. ഇതേവരെ ആ സോമം ഇത് കൊടുക്കാതിരുന്ന അശ്വിനി ദേവന്മാർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ച്യവന മഹർഷി ആ സോമപൂർണമായ പാത്രം കൊടുത്തില്ലേ. ദേഷ്യം വന്ന് ആ മഹർഷിയെ വധിക്കാനായിട്ട് പുറപ്പെടുന്നു. ദേവേന്ദ്രൻ അങ്ങനെയാണല്ലോ, അവനവനേക്കാളും മീതെ ആരും വരണത് ഇഷ്ടമല്ല. അങ്ങനെ ദേവനാണെങ്കിലും ദേവേന്ദ്രനാണെങ്കിലും ആ കോപം അങ്ങനെ മഹർഷിയെ വധിക്കാൻ ശ്രമിക്കണു എന്നാണ് പറയുന്നത്. ശ്ലോകം 25. ഹന്തും തമാദദേ വജ്രം സദ്യോ മന്യുരമർഷിത സവജ്രം സ്തംഭയാമാസ ഭുജമിന്ദ്രസ്യ ഭാർഗവ. സദ്യോ മന്യു ശീഘ്രം കോപത്തോടുകൂടിയും അമർഷിത അസഹ്യനായിരിക്കുന്ന ഇന്ദ്രൻ തം ഹന്തും അദ്ദേഹത്തെ ഹനിക്കാനായിക്കൊണ്ട് വജ്രമാദതെ വജ്രത്തെ ആദാനം ചെയ്തു. ഭാർഗവ ഭൃഗുകുലോൽപ്പന്നൻ ഇന്ദ്രസ്യ ഇന്ദ്രന്റെ സവജ്രം ഭുജം വജ്രത്തോടുകൂടിയ ഭുജത്തെ സ്തംഭയാമാസ സ്തംഭിപ്പിച്ചു. അപ്പൊ സമ്പ്രദായത്തിന് വിരോധമായിട്ടാണല്ലോ ച്യവന മഹർഷി ചെയ്തത്. ആ അശ്വിനി ദേവന്മാർക്ക് അമൃതപാത്രം സമർപ്പിച്ചതുകൊണ്ട് പെട്ടെന്ന് കോപാവിഷ്ടനായ ഇന്ദ്രൻ ച്യവനമുനിയെ വധിക്കാനൊരുങ്ങി വജ്രം എടുത്തു. ച്യവന മഹർഷി ഉണ്ടോ, അദ്ദേഹത്തിന് തപോബല യുക്തനാണ് അദ്ദേഹം. ആ ദേവേന്ദ്രന്റെ വജ്രം ധരിച്ചിരിക്കുന്ന ആ കൈയുണ്ടല്ലോ, ഹസ്തത്തെ ച്യവനങ്ങൾ സ്തംഭിപ്പിച്ചു. പൊക്കിയതേ ഓർമ്മയുള്ളൂ വജ്രം എടുത്തിട്ട്, പിന്നെ അനക്കാൻ പറ്റണില്ല ഇന്ദ്രന്. ഈ തന്നിലും താഴവർക്ക് പദവി കയറ്റം കിട്ടണത് ഉയർന്നവർക്ക് ഇഷ്ടാവില്ല. ആ രോഗമാണ് ഈ ഇന്ദ്രന് ദേവലോകത്തുള്ളത്. ഇന്ദ്രൻ എപ്പോഴും അങ്ങനെയാണല്ലോ. ഇന്ദ്രന്റെ പല പല ഭാവങ്ങളും നമ്മൾ കണ്ടിട്ടല്ലേ. ആശ്ചര്യം തന്നെയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അസൂയാതിവൃത്തി ദുഷ്ടമായ ദേവലോകം. ദേവലോകം സ്വർഗലോകം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഓരോരുത്തർ ചെയ്യേണ്ടതല്ലോ, അത് ആഗ്രഹിക്കത്തതല്ല എന്ന ആ വേദാന്ത ശാസ്ത്രം ഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. നല്ലവരാണ് ദേവന്മാരാണെങ്കിലും ദേവലോകത്തേക്ക് പോണത് മുക്തി വേണമെന്ന് മാത്രം ആഗ്രഹിക്കുക, അല്ലാതെ നന്മയുള്ളവര് സജ്ജനങ്ങളാരും ആഗ്രഹിക്കില്ല ദേവലോകത്ത് താമസിക്കുന്നത്. അസൂയയും കുരുട്ടുമല്ല എപ്പോഴും ഇന്ദ്രനും. അതാണ് അന്വജാനൻസ്തതഃ സർവേ ഗ്രഹം സോമസ്യ ചാശ്വിനോ ഭിഷജാവിധിയൽ പൂർവം സോമാഹുത്യാ ബഹിഷ്കൃതൗ. യത് യാതൊന്നു ഹേതുവായിട്ട് പൂർവം മുമ്പ് ഭിഷജൗ ഇതി ഭിഷക്കുകൾ എന്ന കാരണത്താൽ സോമാഹുത്യ സോമാഹുതിയിൽ നിന്ന് ബഹിഷ്കൃതൗ ബഹിഷ്കരിക്കപ്പെട്ടവരായോ അശ്വിനോ ആ അശ്വിനികൾക്ക് സോമസ്യ ഗ്രഹം സോമപാത്രത്തെ തഥാ അതുമുതൽക്ക് സർവേ എല്ലാവരും അന്വജാനൻ അനുവദിച്ചു. അപ്പോൾ ഇന്ദ്രന് അത് അനുവദിക്കേണ്ടി വന്നു. ച്യവന മഹർഷിയുടെ ആ തപശക്തി മനസ്സിലായി നല്ലോണം. അതുകൊണ്ട് ആ വൈദ്യന്മാരാണെന്ന കാരണം കൊണ്ട് മാത്രമാണ് മുമ്പ് അശ്വിനി ദേവന്മാർക്ക് സോമയാഗത്തില് സോമപാനം അനുവദിക്കപ്പെടാതെ ഇരിക്കുകയായിരുന്നല്ലോ. അവരങ്ങ് നീക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കേരളത്തിലൊക്കെ ഉണ്ട് ഈ വൈദ്യന്മാർക്ക് കുറച്ചൊരു പതിത്വം കൽപ്പിച്ചിരിക്കുക. ഈ ശസ്ത്രക്രിയയൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെയുണ്ട്. അങ്ങനെ പക്ഷേ പ്രബലനായ ച്യവനമുനി അവർക്കും സോമപാത്രം സമർപ്പിച്ചത് എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വന്നു. അത് വിരോധിച്ചിട്ട് കാര്യമില്ല, ശക്തിയില്ല അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അന്ന് മുതല് ദേവന്മാരെല്ലാവരും അങ്ങനെ അശ്വിനി ദേവന്മാർക്കും
ദേവന്മാരും അർഹരാണെന്ന് അവരും സമ്മതിക്കേണ്ടി വന്നു അവർക്ക്. അതാ കാര്യം. ഉത്താനബർഹിരാനർത്തോ ഭൂരിഷേണ ഇതിത്രയ ശര്യാദേരഭവൻ പുത്ര ആനർത്താൽ രേവതോ ഭവൽ. അപ്പൊ ശര്യാദി രാജാവിന്റെ കന്യകയുടെ ചരിത്രമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം എന്താ പുത്രന്മാരുടെ ചരിത്രം പറയാണ്. 3 പുത്രന്മാരാണ് ശര്യാദി രാജാവിന്. ഉത്താന ബർഹിസ്, ആനർത്തൻ, ഭൂരിഷേണൻ എന്ന 3 പേര്. അപ്പൊ ശര്യാദിയുടെ പുത്രന്മാര് ഇവര് 3 പേര്. ആനർത്തൻ എന്ന പുത്രന്റെ പേര് രേവതൻ എന്നാണ്. അപ്പൊ രേവതന്റെ കഥയാണ്, ചരിത്രമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സോന്ദ സമുദ്രേ നഗരിം വിനിർമായ കുശസ്ഥലിം ആസ്ഥിതോ ഭുക്ത വിഷയാൻ ആനർത്താദീൻ അരിന്ദമ. സ അദ്ദേഹം, യാനർത്തൻ, അന്തസമുദ്രേ സമുദ്രമധ്യത്തിൽ, കുശസ്ഥലിം നഗരി കുശസ്ഥലി എന്ന നഗരിയെ വിനിർമ്മിച്ചിട്ട്, ആസ്ഥിത വസിക്കുന്നവനായിട്ട്, അരിന്തമ ഹേ ശത്രുക്കളെ നശിപ്പിക്കുന്ന രാജൻ, ആനർത്താദീൻ വിഷയാൻ ആനർത്തം മുതലായ ദേശങ്ങളെ അഭുങ്കത അനുഭവിച്ചു. രേവതൻ ഈ ശര്യാദി മഹാരാജാവിന്റെ പുത്രനായ ആനർത്തന്റെ പുത്രനായ രേവതൻ സമുദ്രമധ്യത്തിലെ കുശസ്ഥലി എന്നു പേരായ ഒരു നഗരി നിർമ്മിച്ചു. ആ നഗരത്തിനെയാണെന്ന് ഇപ്പോ ദ്വാരക എന്ന് പറയുന്നത്. സമുദ്രമധ്യത്തിലാണല്ലോ ദ്വാരക. ആ ദ്വാരകയിലാണ്, ആ നഗരിയിലാണ്, കുശസ്ഥലി എന്ന നഗരത്തിലാണ് അദ്ദേഹം വസിച്ചത്. സമുദ്രത്തിന്റെ മധ്യത്തില് ഒരു നല്ല നഗരം നിർമ്മിച്ച് അതിൽ താമസിച്ചു. ആനർത്തം മുതലായ രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ഐശ്വര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം ആ കുശസ്ഥലിയില് സുഖമായി വസിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ